നാഗ്പൂരുള്ള ജെൻ ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ഒരു കാർ ഷോറൂമിലാണ് ജോത്സ്ന കാർ എന്ന് പറയുന്ന 30കാരി ജോലി ചെയ്തിരുന്നത്. അവർ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് അവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു കേട്ടോ. അവിടെ അടുത്തുള്ള ഒരു PGയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവിടെ അവർക്കൊരു റൂംമേറ്റും ഉണ്ടായിരുന്നു. ഈ ജോത്സ്നയുടെ ഡെയിലി റൊട്ടീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ രാവിലെ ഒരു 6:30-7 മണിക്കാകുമ്പോഴത്തേനും എഴുന്നേക്കും. ഒരു 8-9 മണിക്കാകുമ്പോഴത്തേനും നേരെ ഓഫീസിലോട്ട് പോകും. അതിനുശേഷം ഒരു വൈകുന്നേരം 7:30 ആകുമ്പോഴത്തേനും തിരിച്ചു വരും. അതിനുശേഷം ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, റൂംമേറ്റിനായിട്ട് സംസാരിക്കുന്നു, പിന്നെ പാരൻസിനെ വിളിക്കുന്നു. അതിനുശേഷം ഒരു 9-10 മണിയാകുമ്പോൾ ഉറങ്ങാൻ പോകുന്നു. ഇതായിരുന്നു അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. എന്നാൽ അന്നത്തെ ദിവസം മറ്റൊരു കാര്യം സംഭവിക്കുകയായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് 28, 2024. അപ്പോൾ അന്നത്തെ ദിവസം ഈവനിങ് ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് തൻ്റെ റൂംമേറ്റിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു ജോത്സ്നയ്ക്ക് ഒരു കോൾ വരുന്നത്. ആ ഒരു കോൾ എടുത്ത് സംസാരിച്ചു. അതിനുശേഷം റൂംമേറ്റിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ഒന്ന് പുറത്തു പോവാണ്, കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വരാൻ എന്തായാലും ലേറ്റ് ആവും, നീ എന്തായാലും ഡോർ ലോക്ക് ചെയ്തിട്ട് കിടന്നോ, എൻ്റെ കയ്യിൽ കീ ഉണ്ടല്ലോ, ഞാൻ പുറത്തുനിന്ന് തുറന്ന് കയറിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്നത്തെ ദിവസം ആ ഒരു സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങിയത്. ഏകദേശം രാത്രി 9 മണി ടൈമിലൊക്കെയാണ് ജോത്സ്ന അന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ റൂംമേറ്റ് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. ഒരു 10-12 മണിയൊക്കെ ആയപ്പോൾ അവർ കിടക്കുകയാണ്. അതായത് ഓൾറെഡി ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പിറ്റേ ദിവസം ഒരു 6:30 ആയപ്പോൾ ഈ റൂംമേറ്റ് എഴുന്നേൽക്കുകയാണ്. അപ്പോഴും ജോത്സ്ന വന്നിട്ടില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളൊരു സ്വഭാവക്കാരിയല്ല ജോത്സ്ന. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും വർക്ക് മിസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ ഒരു 7:30-8 മണിയാകുമ്പോഴത്തേനെങ്കിലും ജോത്സ്ന വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവർക്ക് വർക്കിന് പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് റൂംമേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് ആ ഒരു സമയമായപ്പോഴത്തേനും അവരെത്തിയില്ല. അപ്പോൾ ഈ റൂംമേറ്റ് വർക്കിന് പോവാണ്. അതിനുശേഷം അവരത് വിട്ടു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോത്സ്ന എവിടെയാണോ പോയത് അവിടെ നിന്ന് നേരിട്ട് വർക്കിന് പോയിട്ടുണ്ടാവും എന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു അവർ നേരെ ഓഫീസിലോട്ട് പോയത്. അതിനുശേഷം ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോൾ ജോത്സ്ന എവിടെ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാണ്. എന്നാൽ ഫോൺ കണക്റ്റ് ആകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഈവനിങ് ടൈമിൽ അവർ വർക്കൊക്കെ കഴിഞ്ഞ് നേരെ ഈ ജോത്സ്നയുടെ ഓഫീസായിട്ടുള്ള ജെൻ ഓട്ടോമൊബൈൽസിൽ പോയിട്ട് ജോത്സ്നയെ അന്വേഷിക്കുകയാണ്. കാരണം അവർ വേറെ എവിടെ അന്വേഷിച്ചിട്ടും ഇവരെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ അവിടെ അന്വേഷിച്ചപ്പോൾ അന്നത്തെ ദിവസം ജോത്സ്ന വർക്കിനെ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ആ സമയത്തൊക്കെ പാരൻസും അതുപോലെ തന്നെ റൂംമേറ്റും ജോത്സ്നയുടെ ഫോണിലോട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. റിങ് പോകുന്നുണ്ടായിരുന്നു, ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പാരൻസ് റൂംമേറ്റിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു. അപ്പോൾ അവരന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അതിനുശേഷം പാരൻസ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട പോലീസുകാർ അവരുടെ അടുത്ത് പറയുകയാണ്, ഇപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ മകൾ എന്തായാലും തിരിച്ചു വരാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നുള്ളൊരു തരത്തിലായിരുന്നു അവർ പ്രതികരിച്ചത്. അതായത് വല്ലവരും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഫോൺ ഓഫ് ചെയ്യും. അതുകൊണ്ട് തന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട. അവർ വല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ അങ്ങനെ ഔട്ടിങ്ങിന് പോയിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും, അതിനുശേഷം ഇങ്ങോട്ട് വായോ എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞുകൊണ്ട് പോലീസുകാർ അവിടെ നിന്ന് അവരെ പറഞ്ഞു വിടുകയായിരുന്നു. അതിനുശേഷവും പാരൻസ് ഈ ജോത്സ്നയുടെ ഫോണിലോട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഒരു 3-4 ദിവസമൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ റിങ് ചെയ്തു. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. അങ്ങനെ കുറച്ചധികം ദിവസം ഇവർ വെയിറ്റ് ചെയ്തിട്ട് നേരെ പോലീസിൽ വീണ്ടും കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. അത് സെപ്റ്റംബർ 20 ആയിരുന്നു. അതായത് ഈ പെൺകുട്ടിയെ കാണാതായി ഏകദേശം 22 ദിവസത്തിന് ശേഷമാണ് അവർ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. അപ്പോൾ പോലീസുകാരുടെ അടുത്ത് ഇതേപോലെ തന്നെ ഇത്രയും ദിവസമായിട്ട് മകളെ കാണാനില്ല, ഞങ്ങളന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞപ്പോഴാണ് പോലീസിന് ആ ഒരു കേസിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത്. യെസ്, ആ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയി 22 ദിവസത്തിന് ശേഷമാണ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്യായിരുന്നു. അപ്പോൾ 28-ാം തീയതി, അതായത് ആ പെൺകുട്ടി കാണാതായ ദിവസം, ആ പെൺകുട്ടിയുടെ ഫോൺ സിഗ്നൽ നാഗ്പൂർ തന്നെയായിരുന്നു കാണിച്ചത്. എന്നാൽ അതിനുശേഷം ആ ഒരു ഫോൺ ഒരുപാട് സ്ഥലങ്ങളിലോട്ട് ട്രാവൽ ചെയ്യുകയായിരുന്നു. അതായത് 29-ാം തീയതി ആ ഫോൺ നേരെ പൂനെ ഡയറക്ഷനിലോട്ടായിരുന്നു ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനുശേഷം നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂനെയിൽ തന്നെ പല സിറ്റീസിലോട്ടും ഈ ഒരു ഫോൺ പോവുകയാണ്. അതിനുശേഷം ആ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു പൂനെയിൽ, അതായത് മഹാരാഷ്ട്രയിലെ ഒരു സിറ്റിയിൽ വെച്ചിട്ട്. ഇത് കണ്ട പോലീസുകാർ ചിന്തിച്ചത് എന്തിനാണ് ഈ ഒരു പെൺകുട്ടി ഇത്രയധികം ട്രാവൽ ചെയ്തതെന്നുള്ളതായിരുന്നു. ഇനി ആ ഒരു പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടിയാണോ അല്ലാതെ വേറെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തത് കൊണ്ടാണോ എന്നുള്ള രീതിയിലും പോലീസുകാർ ആ ഒരു സമയത്ത് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ നാഗ്പൂരുള്ള ജെൻ ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ആ ഒരു ഷോറൂമിൽ വർക്ക് ചെയ്തിരുന്ന ജോത്സ്ന എന്ന പെൺകുട്ടിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആരെങ്കിലും അവരെ കിഡ്നാപ്പ് ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ കൊലപ്പെടുത്തിയോ? പോലീസുകാർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. പോലീസുകാർ നോക്കുമ്പോൾ അവർ മിസ്സിംഗ് ആയിട്ട് ഏകദേശം 22 ദിവസമായി.
നമുക്കറിയാം ഇത്തരത്തിലുള്ള കേസുകളിലും മറ്റുമൊക്കെ ആദ്യത്തെ മണിക്കൂറുകളാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം ഇത്തരത്തിൽ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവനോട് ഉണ്ടാകാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ്. അപ്പോൾ പോലീസുകാരും ആ ഒരു തരത്തിൽ തന്നെയാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ജീവനോട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നാഗ്പൂരും അതേപോലെ തന്നെ ആ ഒരു ഏരിയയിലും മറ്റുമൊക്കെയുള്ള എല്ലാ ഹോസ്പിറ്റൽസിലുള്ള എന്താ പറയുക, തിരിച്ചറിയാത്ത ബോഡികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ബോഡിയും കാര്യങ്ങളെല്ലാം ഇവർ പോയി ഇങ്ങോട്ട് ചെക്ക് ചെയ്യാണ്. അതായത് ജോത്സ്നയുടെ ബോഡി എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു തരത്തിൽ. എന്നാൽ അത്തരത്തിൽ ജോത്സ്നയുടെ ബോഡി കണ്ടെത്താനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ അടുത്തതായിട്ട് പോലീസുകാർ ജോത്സ്നയുടെ റൂംമേറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. എന്തൊക്കെയാണ് ജോത്സ്നയുടെ ഡെയിലി റൊട്ടീൻ, അതേപോലെ തന്നെ ആരൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആ ഒരു ഫ്രണ്ട് പറയുകയാണ്. അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ജോത്സ്നയ്ക്ക് ഒരു കാമുകനുണ്ട്, അജയ് ആനന്ദ് എന്നാണ് ആളുടെ പേര്. ആൾ ഒരു ആർമി ഓഫീസറാണ്. അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് ഡെയിലി ബേസിസിൽ തന്നെ ഫോൺ ചെയ്യാറുണ്ട്. ആൾ വരുമ്പോൾ എന്താ പറയുക, ഇവർ കാണാൻ പോകാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രണ്ട് പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഇവരെങ്ങനെയാണ് പരിചയപ്പെട്ട് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പറയാണ്, ഷാദി.കോമിൽ ജോത്സ്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു അജയ് ആനന്ദിൻ്റെ പ്രൊഫൈലുമായിട്ട് കണക്ട് ആകുന്നത്. അതിനുശേഷം അവർ എന്താ പറയുക, ഫോണിലൂടെ മറ്റൊക്കെ സംസാരിച്ച് നല്ല രീതിയിൽ സെറ്റ് ആവുമായിരുന്നു. പിന്നീട് 1-2 വർഷത്തോളമായിട്ട് ഇവർ പ്രണയത്തിലാണ്. എപ്പോഴാണെങ്കിലും കല്യാണം കഴിക്കാമെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ബേസിസിൽ ഇവർ ഫോൺ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ആൾ വരുമ്പോൾ ഇവർ കാണാൻ പോകാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് അറിയുള്ളൂ. അതിൽ കൂടുതൽ എനിക്കറിയില്ല. എസ്പെഷ്യലി അന്നത്തെ ദിവസം രാത്രി ഫോൺ ചെയ്തത് ഈ അജയ് ആനന്ദ് ആണോ എന്ന് പോലും എനിക്ക് അറിയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു റൂംമേറ്റ് പോലീസിന്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ പോലീസുകാർ അവസാനമായിട്ട് ഒരു ജോത്സ്നെ വിളിച്ചത് ആരാണെന്നുള്ളത് നോക്കുകയാണ്. അവർ നോക്കിയപ്പോൾ 55 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ഫോണിൽ നിന്നായിരുന്നു ഇവർക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നത്. അതാരാണെന്ന് നോക്കിയപ്പോൾ ഈ അജയ് ആനന്ദ് എന്ന് പറയുന്ന അമ്മയുടെ ഫോണിൽ നിന്നായിരുന്നു കോൾ വന്നത്. അപ്പോൾ പോലീസുകാർ അസ്യൂം ചെയ്തു ഇയാൾ ഇതേപോലെ തന്നെ ലീവിന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അമ്മയുടെ ഫോണിൽ നിന്നായിരിക്കും കാമുകിനെ വിളിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം അവർ മീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ഒരു അസംഷനിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അപ്പോൾ ഈ ഒരു അജയ് ആനന്ദ് എവിടെയാണെന്ന് നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആള് നാഗാലാൻഡിലാണ്. അവിടെയാണ് ആള് ജോലി ചെയ്യുന്നത്. അപ്പോൾ പോലീസുകാർ അയാളെ കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരെ അവിടെയുള്ള ആർമി ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുകയായിരുന്നു. അവിടെയുള്ള ഉദ്യോഗസ്ഥർ അജയ് ആനന്ദ് അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൺഫേം ചെയ്യുകയായിരുന്നു. അജയുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. അജയ് ആനന്ദ് കഴിഞ്ഞ 20 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ എന്താ സീൻ എന്ന് വെച്ചപ്പോൾ ഹൈ BP കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 1 മന്ത് ഒബ്സർവേഷനിൽ കിടക്കാനായിട്ട് ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചു. അതുകൊണ്ട് ആൾ ഇതേപോലെ തന്നെ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഓക്കെ, ആൾ ഒന്ന് റെഡിയായി സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ഞങ്ങളുടെ അടുത്തൊന്ന് പറയണം, ഒരു കേസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഒരു ഫോൺ അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോലീസുകാർ വീണ്ടും അവരെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് മറ്റൊരു കാര്യം അറിയുന്നത്. അജയ് ആനന്ദ് മിസ്സിംഗ് ആയി. അതായത് ആൾ കിടന്നിരുന്ന ഹോസ്പിറ്റലിൽ ഒരു ദിവസം പെട്ടെന്ന് തന്നെ ആളെ കാണാതാവുകയാണ്. അപ്പോൾ പോലീസിന് ഏകദേശം കാര്യങ്ങളുടെ ഒക്കെ ഒരു കിടപ്പുവശം മനസ്സിലാവാണ്. ഇയാൾക്കും ഈ ഒരു തിരോധാനത്തിനും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നുള്ളത് പോലീസുകാർ ഉറപ്പിച്ചു. പിന്നെ വേറൊരു ആംഗിളിലും പോലീസുകാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കാമുകയെ കാണാതാകുന്നു, പിറ്റേ ദിവസം തുടങ്ങിയിട്ട് കാമുകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അതിനുശേഷം കാമുകനെയും കാണാതാകുന്നു. അപ്പോൾ വേറെ ആരെങ്കിലും ഇവരെ ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്തതാണോ, കിഡ്നാപ്പ് ചെയ്തതാണോ തുടങ്ങിയിട്ടുള്ള ആ ഒരു ആംഗിളിലും പോലീസുകാർ ചിന്തിക്കുകയാണ്. എന്നാൽ അതിനിടയിലാണ് വേറൊരു കാര്യം നടക്കുന്നത്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാഗ്പൂരുള്ള സെഷൻസ് കോടതിയിൽ ഈ അജയ് ആനന്ദ് ഒരു മുൻകൂർ ജാമ്യത്തിന് അപ്ലൈ ചെയ്യുകയായിരുന്നു. എന്നാൽ ആ ഒരു അപ്പീൽ കോടതി റിജക്റ്റ് ചെയ്തു. അതിനുശേഷം ആൾ ഹൈക്കോർട്ടിൽ പോയി ഇതേപോലെ തന്നെ ആൻസിപ്പേറ്ററി ബെയിലിന് അപ്പീൽ ചെയ്തു. എന്നാൽ അവിടെ നിന്നും ആ ഒരു ബെയിൽ റിജക്റ്റ് ആവുകയായിരുന്നു. ഇത്രയൊക്കെ ആയപ്പോൾ പോലീസിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അതായത് കാമുകിയെ കാണാതായി കാമുകനെ അന്വേഷിച്ചപ്പോൾ അയാൾ പോയി ഇങ്ങനെ ജാമ്യത്തിന് അപേക്ഷിക്കുന്നത്. അപ്പോൾ അയാൾക്കും ഈ ഒരു തിരോധാനത്തിനും തമ്മിൽ എന്തായാലും ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പോലീസുകാർ അവിടെ നിന്ന് അന്വേഷണം കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ ഈ ഒരു അജയ് ആനന്ദിന് വേണ്ടിയിട്ട് ആ ഒരു ഏരിയ മുഴുവൻ പോലീസുകാർ വലവിരിക്കുകയാണ്. എന്നാൽ ആളെ പിടികൂടാനായിട്ട് പോലീസിന് സാധിച്ചില്ല. അവിടെയാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത്. ഒക്ടോബർ 20 ഒരാൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കയറി വരികയാണ്. എന്നിട്ട് ആൾ പോലീസുകാരോട് പറയാണ്, ഞാനാണ് അജയ് ആനന്ദ്, എന്നെന്തോ അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ ആകെപ്പാടെ ഞെട്ടിപ്പോയി. ഈ അജയ് ആനന്ദ് പോലീസിനോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ മുൻകൂർ ജാമ്യത്തിന് അപ്പീൽ ചെയ്തത്. അപ്പോൾ എന്താണ് ഇഷ്യൂ എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇയാളുടെ കാണാതായ കാമുകിയെ കുറിച്ച് പോലീസുകാർ ചോദിക്കുന്നത്. അപ്പോൾ ഇയാൾ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അതായത് കഴിഞ്ഞ 28 ഇതേപോലെ തന്നെ ഞാൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു, അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ എൻ്റെ കൂടെ പുറത്തോട്ട് വന്നു, ഞങ്ങളൊരു ഹോട്ടലിൽ റൂം എടുത്തു, അതിനുശേഷം ഞങ്ങളുടെ ടൈം എൻജോയ് ചെയ്തു. അതിനുശേഷം ഒരു വെളുപ്പിന് ഒരു 2:30 ടൈമൊക്കെ ആയപ്പോഴത്തേനും അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നേരെ അവൾ
അവളെ ഹോസ്റ്റലിൽ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. പിന്നീട് അവൾ എങ്ങോട്ട് പോയി എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ആള് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം താൻ നാഗാലാൻഡ് പോയെന്നും പിന്നീട് തനിക്ക് വയ്യാതായെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആള് പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ പോലീസുകാർ ആളുടെ അടുത്ത് തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ കാമുകി കഴിഞ്ഞ 20-25 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്, എന്തുകൊണ്ട് നിങ്ങൾ അവളെ അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ അവളുടെ പാരൻസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല? ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ അവളെ വിളിച്ചില്ല? ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിംഗ് ആയ വിവരം നിങ്ങൾ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല? അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു അജയ് ആനന്ദിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വാങ്ങിയതിന് ശേഷം പോലീസുകാർ ആളെ പറഞ്ഞു വിടാണ്. ഈ ഒരു സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പുറത്തു പോകരുതെന്ന് പറഞ്ഞിട്ടായിരുന്നു ആൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അപ്പോൾ പോലീസുകാർ അതിനുശേഷം ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ സിഗ്നൽസും കാര്യങ്ങളൊക്കെ ആ ഒരു 28-ാം തീയതി എവിടെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ട്രാക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് ഈ ഒരു അജയ് പറഞ്ഞതിൽ പകുതി മാത്രമേ സത്യമുള്ളൂ എന്നുള്ളത് കറക്റ്റായിട്ട് പോലീസിന് മനസ്സിലായത്. യെസ്, ആള് 8:30 വിളിച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്തു. അതിനുശേഷം ഹോട്ടലിൽ പോയി റൂം എടുത്തത് വരെയുള്ള കാര്യങ്ങൾ സത്യമാണ്. പിന്നെ ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു 2 മണി കഴിഞ്ഞ ടൈമിൽ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു എന്നുള്ളതല്ലേ. യഥാർത്ഥത്തിൽ ആ ഒരു സമയത്തായിരുന്നില്ല അവരവിടെ നിന്ന് പോയത്. ഒരു 3 മണി 4 മണി ടൈമൊക്കെ ആയി, അതായത് വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും അവർ ആ ഒരു ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. പിന്നീട് അവരുടെ രണ്ടുപേരുടെയും ഫോൺ ട്രാവൽ ചെയ്തത് നാഗ്പൂരിൻ്റെ ഔട്ടറിലുള്ള ഒരു ഹൈവേയിലൂടെ ആയിരുന്നു. ഏകദേശം ഒരു 40-50 കിലോമീറ്ററുള്ള ആ ഒരു ഹൈവേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറവും ഇപ്പുറവും ഫുള്ള് കാടാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലൂടെ ആയിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 5-5:30 ആയ ടൈമിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഫോൺ പിന്നീട് നാഗ്പൂരോട്ട് ട്രാവൽ ചെയ്യായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു സ്ത്രീയുടെ ഫോണാണെന്നുണ്ടെങ്കിൽ പൂനെ ഡയറക്ഷനിലോട്ടും ട്രാവൽ ചെയ്യായിരുന്നു. സോ അവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് ആകെ അജയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ പോലീസുകാർ വീണ്ടും അജയെ വിളിപ്പിക്കുകയാണ്. ആളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വീണ്ടും ആള് അന്നത്തെ സ്റ്റോറി തന്നെ റിപ്പീറ്റ് ചെയ്യായിരുന്നു. അതായത് ഇതേപോലെ തന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയ കഥ. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, നീ പറഞ്ഞത് പകുതി വരെ സത്യമുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം, നിനക്കും അറിയാം. അതായത് നിങ്ങൾ ഇതേപോലെ തന്നെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു എന്നുള്ളത് വരെ സത്യമുള്ളൂ. അല്ലാതെ നീ പറയുന്നത് പോലെ 2 മണിക്കൊന്നും നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തിട്ടില്ല. നിങ്ങളൊരു 3 മണി 4 മണിയുടെ ഇടയിലാണ് ചെക്ക് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ ആ ഒരു എന്താ പറയുക നാഗ്പൂരിൻ്റെ ഔട്ടറിലുള്ള ഒരു ഹൈവേയിലൂടെ സഞ്ചരിച്ചു എന്നുള്ളത് അറിയാം. അതിനുശേഷം നീ തിരിച്ച് നേരെ നാഗ്പൂരോട്ട് വരികയും ചെയ്തു. അവളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മഹാരാഷ്ട്ര ഡയറക്ഷനിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് നടന്നത്? അപ്പോൾ അജയ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്നുള്ളത്. ഇപ്പോൾ പോലീസുകാർ പറയുകയാണ് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, ഇതൊന്നും കറക്റ്റ് ഡിജിറ്റൽ എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോൾ ആള് പതറി തുടങ്ങി. അവസാനം സത്യം പറയാതെ ആൾക്ക് വേറൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയായിരുന്നു. അജയ് ആനന്ദ് അങ്ങനെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അപ്പോൾ ഷാദി.com ത്രൂ ആണ് ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നത്. ഈ അജയ് ആനന്ദിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഓൾറെഡി ഒരു 2-3 കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കല്യാണവും പാളിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ജോത്സ്നയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരും 2 വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. 2ഉം ഡിവോഴ്സിൽ തന്നെയായിരുന്നു ചെന്നെത്തിയത്. അപ്പോൾ അതിനുശേഷമാണ് ഇവർ രണ്ടുപേരും ഈ ഷാദി.comൽ രജിസ്റ്റർ ചെയ്യുന്നതും ഇവരുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ മാച്ച് ആകുന്നതും. അപ്പോൾ ഈ ഒരു അജയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ജസ്റ്റ് ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിന് മാത്രമേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ജോത്സ്നയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെയായിരുന്നു ഒരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അജയ്ക്ക് പ്രണയത്തിനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ടൈം ആ ഒരു സ്ത്രീയുടെ കൂടെ എൻജോയ് ചെയ്യണം, അതിനുശേഷം തൻ്റെ കാര്യം അന്വേഷിച്ച് പോകണം എന്നുള്ളതായിരുന്നു ആളുടെ പ്ലാൻ. എന്നാൽ ജോത്സ്ന ഇയാളെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുകയാണ്, അതേപോലെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു രീതിയിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു അജയ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീയുടെ അടുത്ത് നുണ പറയായിരുന്നു. അതായത് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ തന്നെ നടക്കണം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഈ ഒരു സ്ത്രീ ഉപേക്ഷിക്കാൻ വേണം. അപ്പോൾ പെട്ടെന്നുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ വെച്ച് കട്ട് ചെയ്യാനായിട്ട് ആൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ 1-2 വർഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോത്സ്നയുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ സീരിയസ് ആവുകയാണ്. അപ്പോൾ എന്തായാലും കല്യാണം കഴിക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് കല്യാണം വേണം എന്നുള്ളൊരു കാര്യം ഈ ഒരു അജയുടെ അടുത്ത് പറയുകയും ചെയ്തു. അജയ് അപ്പോൾ എന്തായാലും തനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം തീർത്ത് പറയുകയാണ്. അപ്പോഴാണ് ആൾ ട്രാപ്പായ ഒരു കാര്യം ആൾക്ക് മനസ്സിലാകുന്നത്. ജോത്സ്ന ആളുടെ അടുത്ത് പറഞ്ഞു, എന്നെ നിങ്ങൾ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ താൻ കേസ് കൊടുക്കും എന്നുള്ള കാര്യം അവർ പറയുകയാണ്.
യെസ്, താൻ കേസ് കൊടുക്കും, അതേപോലെ തന്നെ മീഡിയയുടെ അടുത്ത് പറയും, പിന്നെ നിങ്ങൾ ആർമിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, ആർമി ഒഫീഷ്യൽസിൻ്റെ അടുത്ത് പോയിട്ട് പറയും. അങ്ങനെ ഇങ്ങനെ എന്തായാലും ഞാൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എന്നെ വെറുതെ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, എന്തായാലും എന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ആ ഒരു നിർബന്ധം ജോത്സ്ന കാണിക്കുകയാണ്. ഇതൊക്കെ കൂടെ ആയപ്പോൾ ഈ അജയ് ആകപ്പാടെ പ്രാന്ത് പിടിച്ചൊരു സിറ്റുവേഷനിലോട്ട് എത്തുകയാണ്. അതായത് ആദ്യമേ അയാളുടെ ഇൻറ്റൻഷൻ കല്യാണം ആയിരുന്നില്ല, ഈ സ്ത്രീയുടെ ഇൻറ്റൻഷൻ കല്യാണം തന്നെ ആയിരുന്നു. അങ്ങനെ അജയ്ക്ക് ആകപ്പാടെ പേടിയാവാണ്. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ജോത്സ്നയുടെ കല്യാണം കഴിക്കാൻ ആൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ തന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടില്ല എന്നുള്ളതും ആൾക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാവുന്നുള്ളത് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ആൾക്ക് ഒരു കൺക്ലൂഷൻ കിട്ടുന്നത്. യെസ്, ജോത്സ്നെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ താൻ ഫ്രീ ആവുള്ളൂ. അതായിരുന്നു ആളുടെ കൺക്ലൂഷൻ. അതിനുവേണ്ടി വ്യക്തമായിട്ട് ആൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ആള് മലയാളം ദൃശ്യം മൂവി കാണുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ക്രൈം ചെയ്തിട്ട് ഒളിപ്പിക്കാമെന്നുള്ളൊരു കാര്യം അയാൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാട്ടിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ഡെഡ് ബോഡി എന്താ പറയുക മറവ് ചെയ്യാം, അതിന് മുകളിൽ കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ഇടാം, പിന്നീട് അതിൻ്റെ മുകളിൽ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബോഡി അവിടെ ഉള്ളതായിട്ട് പോലും ആരും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ആൾ വാങ്ങുകയാണ്. അതായത് അതിന് വേണ്ടി മണ്ണ് ഒഴിക്കാനുള്ള മൺവെട്ടി, കോൺക്രീറ്റ് മിക്സി കാര്യങ്ങളെല്ലാം വാങ്ങി ആളുടെ വണ്ടിയുടെ ഉള്ളിൽ സെറ്റാക്കി വെച്ചു. പിന്നെ ഈ ഒരു പെൺകുട്ടിയെ എങ്ങനെ കൊല്ലും അതാളാലോചിച്ചപ്പോൾ മയക്കുമരുന്ന് കൊടുത്തിട്ട് മയക്കി കിടത്തിയിട്ട് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്താമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മയക്കുമരുന്നും ആൾ സംഘടിപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം ആളുടെ കയ്യിൽ വെച്ച് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് 28-ാം തീയതി ആൾ നാട്ടിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ജോത്സ്നയെ വിളിക്കുന്നതും അതിനുശേഷം അവർ റൂം എടുക്കുന്നതും. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ ടൈമും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാണ്. എന്നാൽ 2:30-3 മണിയൊക്കെ ആയപ്പോൾ ഈ അജയ് ജോത്സ്നയോട് പറയാണ്, റൂമിലിരുന്നിട്ട് ബോറടിക്കണ്ടേ, നമുക്കൊരു ലോങ് ഡ്രൈവ് പോയാലോ എന്ന്. അങ്ങനെയാണ് ആ ഒരു 3 മണി കഴിഞ്ഞ് 4 മണി ആവുന്ന ആ ഒരു ടൈമിൽ അവർ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുന്നത്. അവർ നേരെ പോയത് ആ ഒരു ഹൈവേയിലൂടെ ആയിരുന്നു. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു മോട്ടലുണ്ട്. അപ്പോൾ ആൾ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ വണ്ടി നിർത്തുകയാണ്. അവിടെ നിന്ന് എന്താ പറയുക 2 സോഫ്റ്റ് ഡ്രിങ്ക് വാങ്ങുകയായിരുന്നു. ഇയാൾ ആ ഒരു സ്ത്രീ കാണാതെ ആ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടായിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക ആൾ നൈസായിട്ട് നോർമലായിട്ട് അത് കുടിച്ചു. അതിനുശേഷം അവിടെ നിന്ന് അവർ കാറെടുത്ത് പോയി. ആ കാറെടുത്ത് പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ ഈ സ്ത്രീ മയങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ആ സ്ത്രീയുടെ കഴുത്ത് ഞെരിച്ചായിരുന്നു ആള് കൊലപ്പെടുത്തിയത്. അതായത് 2 സൈഡും കാടാണല്ലോ, ആള് വണ്ടി കുറച്ച് ഉള്ളിലോട്ട് കയറ്റി. അതായത് ആ ഒരു എന്താ പറയുക റോട്ടിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ആ ഒരു ബോഡി ആൾ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാറ് കുറച്ച് അങ്ങോട്ട് കയറ്റി. അപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്ത ആ ഒരു ഏരിയയിൽ ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കൊണ്ടുവന്നിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു കുഴി വെട്ടുകയാണ്. ആ ഒരു കുഴിയുടെ ഉള്ളിൽ ഈ സ്ത്രീയുടെ ബോഡിയും അതേപോലെ തന്നെ ബിലോങ്ങിങ്സും കാര്യങ്ങളെല്ലാം തന്നെ ഡംപ് ചെയ്തു. അതിനുശേഷം ആൾ ഓൾറെഡി വാങ്ങി വെച്ചിരുന്ന കോൺക്രീറ്റ് മിക്സും കാര്യങ്ങളൊക്കെ ഇട്ട് കറക്റ്റ് സെറ്റ് ചെയ്തു. അതിനുശേഷം എന്താ പറയുക മണ്ണൊക്കെ ഇട്ട് മൂടി. പിന്നീട് അവിടെ എന്താ പറയുക പുല്ലും ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു മനുഷ്യനും വന്നിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർത്തിട്ടായിരുന്നു ആൾ അവിടെ നിന്ന് നേരെ തിരിച്ച് നാഗ്പൂരോട്ട് പോയത്. അപ്പോൾ എവിടെയാണ് കറക്റ്റായിട്ട് കുഴിച്ചിട്ടത് എന്നുള്ളത് ആളുടെ അടുത്ത് പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ ആൾ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പോലീസിന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയാണ്. അവിടെ പോയി പോലീസുകാർ കുഴിച്ച് നോക്കിയപ്പോൾ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ലെയർ അവർക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിൻ്റെ അടിയിൽ ആ ഒരു സ്ത്രീയുടെ ബോഡി ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് അഴുകിയ നിലയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആ സ്ത്രീയുടെ കുറച്ച് ബിലോങ്ങിങ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അത് തങ്ങളുടെ മകളുടേതാണെന്നുള്ളത് ഈ ജോത്സ്നയുടെ പാരൻസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അതേപോലെ തന്നെ DNA ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി അത് ജോത്സ്നയുടെ ബോഡിയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. പിന്നെ പോലീസുകാർ ആളുടെ അടുത്ത് ചോദിച്ച മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പെൺകുട്ടിയുടെ ഫോൺ നേരെ എന്താ പറയുക നാഗ്പൂരിൽ നിന്ന് പൂനെയിലോട്ടും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ പല സിറ്റികളിലോട്ടും പോയതെന്നുള്ളത്. അപ്പോൾ സിമ്പിളാണ്. ദൃശ്യത്തിൽ മോഹൻലാൽ ആ ഒരു പയ്യൻ്റെ ഫോൺ എറിഞ്ഞു കളയുന്നത് പോലെ തന്നെ ഇയാളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹൈവേന്ന് വരുന്ന വഴിയിൽ ഫുള്ള് ലോഡ് കയറ്റിയിട്ട് പല സ്റ്റേറ്റിൽ ട്രാവൽ ചെയ്യുന്നു എന്ന് തോന്നുന്ന ഒരു വണ്ടി ആൾ കണ്ടു. അപ്പോൾ ഈ ജോത്സ്നയുടെ ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് അതേപോലെ തന്നെ ആൾ ആ ഒരു ഫോൺ എടുത്തിട്ട് ആ ലോറിയുടെ ഉള്ളിൽ ഇടുമായിരുന്നു. ആ ഒരു ലോറിയായിരുന്നു ഈ കാണപ്പെട്ട ഡിസ്റ്റൻസ് മുഴുവൻ ട്രാവൽ ചെയ്തത്. ആ സമയങ്ങളിലൊക്കെ പേരൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ എന്താ പറയുക ഫോൺ അവിടെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ റിങ് ചെയ്യുന്നത് ആരും അറിഞ്ഞൂല്ല. അതേപോലെ തന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ അത് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. അതായത് 2-3 ദിവസം കഴിഞ്ഞ് ബാറ്ററി ഡ്രെയിനായി അത് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു.
പിറ്റേ ദിവസം തന്നെ ആള് ജോലി സ്ഥലത്തോട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അതേപോലെ തന്നെ വയ്യാന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അത് ഇയാളുടെ മറ്റൊരു പ്ലാൻ ആയിരുന്നു. അതായത് ആ ദിവസം, അതായത് 28-ാം തീയതി പെൺകുട്ടിനെ കാണാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴത്തേനും പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇയാളിലോട്ട് എന്തായാലും എത്തുമല്ലോ, കാരണം ജോത്സ്നയുടെ കാമുകനാണല്ലോ ഇയാൾ. അപ്പോൾ ഇയാളിലോട്ട് എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ എത്തുന്ന സമയത്ത് ഇയാൾ ഇതേപോലെ തന്നെ ട്രീറ്റ്മെന്റിലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസിന് ആളുടെ മേൽ വലിയ സംശയമൊന്നും തോന്നില്ല എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആള് തനിക്ക് ഹൈ BP ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഫേക്ക് ചെയ്ത് അവിടെയുള്ള ഡോക്ടർമാരെയൊക്കെ പറ്റിച്ച് കയറ്റി ഇതേപോലെ തന്നെ ഒരു മാസം ആ ഒരു ഹോസ്പിറ്റലിൽ പോയി കിടക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് പോലീസുകാർ നേരെ ഈ ആർമിക്കാരെ കോൺടാക്ട് ചെയ്യുന്നതും അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ അറിയുന്നതും. ഇതൊക്കെ ആയപ്പോൾ ആൾക്ക് പേടിയായി. എന്തായാലും പോലീസുകാർ തൻ്റെ പിന്നാലെ ഉണ്ടെന്നുള്ളത് ആൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് ആൾ അവിടെ നിന്ന് ചാടിയിട്ട് നേരെ മുൻകൂർ ജാമ്യത്തിനും മറ്റൊക്കെ അപ്പീൽ ചെയ്തത്. എന്നാൽ അതെല്ലാം തന്നെ റിജക്റ്റ് ആവുകയായിരുന്നു. പിന്നെ ആൾ ചിന്തിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഓക്കെ എന്തായാലും മുൻകൂർ ജാമ്യം നടന്നില്ല, നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഡ്രാമ കളിക്കാം, പോലീസുകാരെ പറ്റിക്കുക എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോയത്. ബട്ട് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളെ കറക്റ്റായിട്ട് പൂട്ടും എന്നുള്ളത് ആ ഒരു സമയത്ത് ആൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും തെളിവുകളും കാര്യങ്ങളൊക്കെ ആൾക്കെതിരാണ്. അപ്പോൾ ആൾ ജയിലിലുമാണ്. ഈ ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസിൽ ആൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.